ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, മിനിയാന്നത്തെ പ്രോഗ്രാം വളരെ നന്നായിരുന്നു. പ്രോഗ്രാം എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ടൈം പറഞ്ഞത് തെറ്റിപ്പോയി. 2 മണിക്കെന്നാണ് ഞാൻ പ്രോഗ്രാം ടൈം പറഞ്ഞത്. ആക്ച്വലി 2:30 ലൈവ് ഷോ ആയിരുന്നു. ലൈവ് ഡോക്ടേഴ്സ് എന്നായിരുന്നു പ്രോഗ്രാമിൻ്റെ പേര്. 24 ന്യൂസ് ചാനലിലാണ് ആ പ്രോഗ്രാം വന്നത്. ഇപ്പോൾ കാണാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ഒരുപാട് ലേറ്റായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതാണ് മിനിയാന്നത്തെ കാര്യങ്ങളെല്ലാം. ഇനി എനിക്ക് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു. ഞാൻ കണ്ട ആവേശത്തിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കമൻറ്റിൻ്റെ ഉള്ളടക്കം ഇതാണ്. നമ്മുടെ ഫുഡി ടോക്കിൻ്റെ ഫ്ലാക്സ് സീഡിനുള്ള വീഡിയോയ്ക്ക് വന്ന കമൻറ്റാണ്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് കോപ്പി അടിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻസ് ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആൾക്കാർ ചോദിച്ച സംശയങ്ങൾക്കൊന്നും റിപ്ലൈ നൽകാത്തത് എന്നാണ് കമൻറ്റിൻ്റെ ഉള്ളടക്കം. ഈ പറയുന്ന ഫ്ലാക്സ് സീഡോ ചിയാ സീഡോ ഇപ്പോൾ തക്കാളിയോ ഓട്സോ ഒന്നും ഞാൻ കണ്ടുപിടിച്ച സാധനങ്ങളല്ല, ഭൂമിയിൽ തനിയെ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വായിച്ചും ആൾക്കാരോട് സംസാരിച്ചും റിസർച്ച് ചെയ്തിട്ടും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. റിപ്ലൈ കിട്ടിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കിട്ടിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ചാനലിൽ ഞാനൊന്ന് പേജ് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു, വേറൊരു പേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. ആ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഞാൻ കൊടുത്ത റിപ്ലൈസ് എല്ലാം ഡിലീറ്റായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലിൽ റിപ്ലൈസ് ഒന്നും കാണാത്തത്. ഓക്കെ, സംഭവം മുഴുവൻ അറിയാതെ പുള്ളിക്കാരൻ മെസ്സേജ് കമൻറ്റ് ചെയ്താണെന്ന് തോന്നണു. എന്തായാലും ആ മെസ്സേജ് ചെയ്ത സുഹൃത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെയെങ്കിലും ഒരു കമൻറ്റ് അയച്ചല്ലോ. അപ്പം ദൈവം എന്തായാലും അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് ലഞ്ച് മെനു ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ലിസ്റ്റിലുള്ളത് ചോറ്, വെള്ളരിക്ക മോരുകറി, കൊത്തവരയ്ക്ക തോരൻ അല്ലെങ്കിൽ കൊത്തവരയ്ക്ക പരിപ്പ് തോരൻ. ഇത്രയും ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് മെനു ആണ്. ഹാഫ് ആൻ അവറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചമ്മന്തിപ്പൊടിയോ ചമ്മന്തിയോ പപ്പടോ അച്ചാറോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ആഡ് ഓൺ ചെയ്യാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് വെച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, കണ്ടിട്ട് അഭിപ്രായം പറയൂ. ഓക്കെ, അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തവരയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന ഉപ്പേരിയാണ് അല്ലെങ്കിൽ തോരനാണ്. കൊത്തവരയ്ക്ക പരിപ്പ് തോരനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കൊത്തവരയ്ക്ക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയത്ത് ഞാൻ കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് തുവരപ്പരിപ്പ്, ഒരു 3-4 എല്ലാം ഒരു 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക്, ഒരു നുള്ളു കായം, കുറച്ച് ജീരകം, ഒരു നുള്ളു ജീരകം, ഇത്രയും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു മിക്സിയുടെ ജാറിൽ. എന്നിട്ട് ഞാൻ ഒരു സ്റ്റീമറിൽ അതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തല്ലേ. അപ്പോൾ അതിനെ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഒരു സ്റ്റീമറിൽ കൂടെ ആവി കയറ്റാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റീമർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ ചെയ്യാം. അപ്പോൾ ആവി കയറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. കൊത്തവരയ്ക്കയും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു പാനിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വരണ മാതിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തു. കടുക് പൊട്ടിയ ശേഷമാണ് കറിവേപ്പിലയും വറ്റൽമുളകും ആഡ് ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മേലെയും ഐക്കാർഡിലും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വേവിച്ച കൊത്തവരയ്ക്ക ഞാൻ ആഡ് ചെയ്യാണ് പാനിലോട്ട്. എന്നിട്ട് ആ വെള്ളം ഒന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് ഹൈ സ്പീഡിലിട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ച് കളയാണ്. അതിനുശേഷം നമ്മൾ ആവി കയറ്റാൻ വെച്ച പരിപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വരണ മാതിരി തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പരിപ്പ് കട്ട കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ബോൾസ് ആക്കിയിട്ടില്ല ആവി കയറ്റാൻ വെച്ചത്. അപ്പോൾ അതിനെ ഒന്ന്
കയ്യിലുകൊണ്ട് തന്നെ നന്നായി പ്രസ് ചെയ്ത് വെക്കുക. ഒരു 5-6 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒപ്പം വിളമ്പുന്ന കറി വെള്ളരിക്ക മോരുകറിയാണ്. അപ്പം തൈര് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 1/2 കപ്പ് തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമുക്ക് അരയ്ക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വരണ മാതിരി തേങ്ങ, ഒരു ടേബിൾ സ്പൂൺ 1.25 ടേബിൾ സ്പൂൺ വരണ മാതിരി തേങ്ങ, ഒരു നുള്ള ജീരകം, ഒരു പച്ചമുളക് ഇത്ര ഇട്ടിട്ട് നന്നായി അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്ക മോര് കറിയില്ല, അപ്പോൾ നമുക്ക് വെള്ളരിക്ക വേണം. വെള്ളരിക്ക ഞാൻ ചെറിയൊരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് വരണ മാതിരി മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ലാസ്റ്റ് കടുക് വറുത്തിടാനും വേണം, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച തൈരും ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മിനിയാന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, മേലെ ഐക്കാർഡിലും കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ്. കാരണം തൈര് പിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് നന്നായി ചൂടാവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നാലേ അതിൻ്റെ കളറൊക്കെ നന്നായി വരുള്ളൂ. അപ്പം അതുമായിട്ടുണ്ട്, അതും മാറ്റി തിളയ്ക്കാൻ പാടില്ല, അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് വറുത്ത് കൊട്ടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് തട്ക പാൻ വെച്ചു. അതിലോട്ട് ഏകദേശം 1 ടീസ്പൂൺ വരണ മാതിരി എണ്ണ ഒഴിച്ചു. കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. വറ്റൽമുളക് 1-2 പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളരിക്ക മോരുകറിയും റെഡിയായി. അതും കടുക് വറുത്തത് മോരുകറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പേരിയായി, കറിയുമായി. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പാലക്കാടൻ മട്ടയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. പാലക്കാടൻ മട്ട ഞാനൊരു പ്ലേറ്റിലോട്ട്, സെർവിങ് പ്ലേറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കപ്പ് അരി, 1 കപ്പല്ല 2 കപ്പ് അരി ഞാൻ ഏകദേശം ഒരു 5 ഗ്ലാസ് വെള്ളത്തിൽ പ്രഷർ കുക്ക് ചെയ്ത് എടുത്തതാണ്. ഒരു 3-4 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്ത് എടുത്തതാണ്. പിന്നെ കുക്കറിൻ്റെ സൈസും ഒക്കെ വ്യത്യാസപ്പെടും. അതുകൊണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വരും, ചിലപ്പോൾ അതിൽ കുറവേ വേണ്ടി വരുള്ളൂ. ഞാൻ അങ്ങനെയാണ് എപ്പോഴും മട്ടയരി കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം പ്ലേറ്റിലോട്ട് ഞാൻ മട്ടയരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ സെർവ് ചെയ്യുന്നത് ഈ മോരുകറിയും വെള്ളരിക്ക മോരുകറിയും കൊത്തവരയ്ക്ക അല്ലെങ്കിൽ കൊത്തവര പരിപ്പ് തോരനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം അച്ചാറോ ചമ്മന്തിപ്പൊടിയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഡിഷ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ട് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏത് അരി വേണമെങ്കിലും എടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം അരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഞാനൊരു 2 ബൗൾ വെച്ചിട്ട് അതിലോട്ട് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് 2 ബൗൾ വെച്ചിട്ട് അതിലോട്ടാണ് ഞാൻ മോരുകറിയും കൊത്തവരയ്ക്കയുടെ ഉപ്പേരിയും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 ബൗൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബൗളിൽ ഞാൻ കറി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് മെനു റെഡി ആയിട്ടുണ്ട്. നല്ല കോമ്പിനേഷനായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. തൈര് ഒരുപാട് പുളിക്കണമെന്നില്ല, എന്നാൽ അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഹെൽത്തി ആയിരുന്നു. മോരും പരിപ്പും ഒക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ചും ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഒരു ഓംലെറ്റും കൂടെ വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. ഇപ്പോൾ കൊത്തവരയും പരിപ്പും കൂടിയുള്ള തോരനും ഞാൻ മറ്റേ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലഞ്ച് റെഡിയായി. അപ്പോൾ ഇത് ഞാൻ സെർവ് ചെയ്യാൻ പോണ ഹസ്ബൻഡിന്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ലഞ്ച് മെനു ആണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.